നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമത്രേ, അലാ തസ്മഉ ദഅവത അബ്ദി, എന്റെ ദാസന്റെ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഉണ്ട് അല്ലാഹുവേ. അല്ലാഹു പറയുന്നു, ഫഖ്ലി ഹാജതഹു, അവന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കണം. പക്ഷേ ഫലാ തസ്തഅജിൽ, ധൃതി കാണിക്കരുത്. എന്തേ കാരണം? ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅ സൗത അബ്ദി, എന്റെ അടിമയുടെ ശബ്ദം എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്, അല്ലാഹു പറയും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന് നമ്മുടെ ഉമ്മത്തിനെ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഞാൻ ദിക്ർ ചെല്ലുന്നുണ്ട്, ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്, ഞാൻ അത് ഓതുന്നുണ്ട്, ഞാൻ സലാത്ത് ചെല്ലുന്നുണ്ട്, ഞാൻ വലിയ ആളാണ്, അതാണ് ഇതാണെന്നൊക്കെ കണ്ടിട്ട് എനിക്ക് ദുആയിനൊന്നും ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്, നിന്റെ ശബ്ദം പടച്ചവന് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് വൈകുന്നതാണ്. ഇത് ഹദീസാണ്. മഹാനാകുന്ന ഇബ്നുൽ ഹാജിബ് റളിയല്ലാഹു അൻഹു ഇഖാഉൽ ഹിമ്മിൽ പറയുന്നു, അൽ ഹിക്കമിന്റേതാകുന്ന ശറഹാണത്. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കി. അതുകൊണ്ട് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന് തെളിവാണത്. ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു അല്പം വൈകും, അവിടെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അള്ളാഹു എല്ലാം റാഹത്താക്കി തരും. ചില കാര്യങ്ങൾ ദുനിയാവിൽ പിന്തിക്കുന്നത് ആഖിറത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.